ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഫൈനലി നമ്മുടെ 7th ആനിവേഴ്സറിൻ്റെ ഡിസ്കൗണ്ട് ഇവൻറ്റിനെ കുറിച്ചുള്ള അപ്ഡേഷൻ കൺഫേം ആയിട്ടുണ്ട്. ഒരു വർഷത്തിന് മുന്നേ വരേണ്ട ഈ ഡിസ്കൗണ്ട് ഇവൻറ്റ് ഇപ്രാവശ്യം നോക്കുകയാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തവണത്തെ 7th ആനിവേഴ്സറി ബേസ് ചെയ്ത് ഏതൊക്കെ ഡിസ്കൗണ്ട് ഇവൻറ്റ് വരാൻ പോകുന്നുണ്ട്, ആ ഡിസ്കൗണ്ട് ഇവൻറ്റിൽ എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് വന്നിട്ടുണ്ട്, ബൂയാ പാസിന് ഡിസ്കൗണ്ട് ഉണ്ടാകുമ്പോൾ ഇല്ലയോ എന്നൊക്കെ ഡീറ്റെയിൽ ആയി നോക്കുന്നുണ്ട്. മെയിനായി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിൽ പുതിയതായി വന്നിട്ടുള്ള കെസി ക്യാരക്ടറിന് ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കിയ ശേഷം നമ്മുടെ ഗെയിമിൽ അടുത്തതായി വരാൻ പോകുന്ന ഈവൻറ്റ്സ് അപ്ഡേഷനെ കുറിച്ച് പറയാം. ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ ഒന്ന് സെറ്റ് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഫസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ കെസി ക്യാരക്ടർ ഉണ്ടാവുമല്ലോ. ആ ക്യാരക്ടറിൽ വന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്താണ് ചോദിച്ചാൽ അതിൻ്റെ എബിലിറ്റിയിലാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. ആക്റ്റീവ് സ്കില്ല് യൂസ് ചെയ്യുന്ന സമയത്ത് 30 മീറ്റർ ദൂരെ പോയാൽ ബോണ്ട് ബ്രേക്ക് ആവുമല്ലോ, ആ റേഞ്ചിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഗൈസ്, വേറൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കില്ല് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് റീസ്റ്റോർ ആയിട്ട് 100 HP കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ 120 HP ആണ് കിട്ടിക്കൊണ്ടിരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഹീലിംഗ് എമൗണ്ടിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഹീലിംഗ് എമൗണ്ട് മുമ്പ് നമുക്ക് കിട്ടിയിരുന്നത് 50% ആയിരുന്നു, അത് മാറി ഇപ്പോൾ 80% ആയിരിക്കുകയാണ്. അതുപോലെ കൂൾ ഡൗൺ ടൈമിലും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. മുമ്പ് 60 സെക്കൻഡ്സ് ആയിരുന്നു, അതിപ്പോൾ 45 സെക്കൻഡ്സായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂൾ ഡൗൺ സെക്കൻഡ്സ് ഇനിയും കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെയാണ്, ഒരു ചേഞ്ച് ഒന്നും തന്നെയില്ല. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് 2 ബണ്ടിൽ ഗെയിം ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഹാലോവിൻ ഈവൻറ്റ് വരുന്നുണ്ടല്ലോ, അതിൻ്റെ തീമിനെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. മെയിൽ ബണ്ടിൽ ഒരു സ്കെൽട്ടൺ ടൈപ്പാണ്, കാണാൻ കുഴപ്പമില്ലാത്തൊരു ബണ്ടിൽ തന്നെയാണ് മെയിൽ ബണ്ടിൽ. ഇതുപോലെ തന്നെയാണ് ഫീമെയിൽ ബണ്ടിലും നോക്കുകയാണെങ്കിൽ 2 ഹാലോവിൻ ഈവനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. വേറെ കാര്യം, ഇതിൻ്റെ ഫേസ് സൂം ചെയ്ത് നോക്കുമ്പോൾ പേടിക്കണോ ചിരിക്കണോ എന്നറിയില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ ഗെയിമിൽ ഡീമൺ സ്ലെയർ കൊളാബറേഷൻ പിന്നെയും വരുന്നുണ്ട്. എങ്ങനത്തെ ഈവൻറ്റുകളായിരിക്കും അതിനെക്കുറിച്ച് ലീക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. സോ ലാസ്റ്റ് കൊളാബറേഷൻ സമയത്ത് ഡീമൺ സ്ലെയർ ബണ്ടിൽ വന്നിരുന്നല്ലോ, അത് പിന്നെയും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പോഴും പോലെ തന്നെ റിംഗ് ഈവൻറ്റ് വഴിയാണ് വരിക എന്ന് മനസ്സിലാക്കുക. ഇതുകൂടാതെ തന്നെ വേറെയും ചില ഈവൻറ്റ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം മുമ്പ് കുറേ ഐറ്റംസ് ഈവൻറ്റ്സ് വഴി തന്നിരുന്നു, അതുകൊണ്ട് തന്നെ അതും തിരിച്ചു കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ കിട്ടിയ ലീക്സ്. വേറെങ്കിലും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക അതുവരെ. ഇതിൻ്റെ ഒപ്പം തന്നെ പിക്സൽ ഹീറോസിൻ്റെ ഈവൻറ്റിൽ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ലീക്സ് കിട്ടിയിട്ടുണ്ട്. ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മെയിൻ മാറ്ററിലേക്ക് കടക്കാം. നമുക്ക് ഈ 7th ആനിവേഴ്സറി ഈവൻ്റ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞല്ലോ, ഇനിയും ഡിസ്കൗണ്ട് ഈവൻറ്റ് വന്നില്ലല്ലോ എന്ന് എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവാം. ബിക്കോസ് 7th ആനിവേഴ്സറി ഈവൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡിസ്കൗണ്ട് ഈവൻറ്റ് വരും. ഡിസ്കൗണ്ട് ഈവൻറ്റ് ഇല്ലാതെ എന്തായാലും 7th ആനിവേഴ്സറി ഈവൻറ്റ് നടത്തത്തില്ലല്ലോ. ഇപ്രാവശ്യം നോക്കുമ്പോൾ ഭയങ്കര ഡിലേ ആയിട്ടാണ് വരുന്നത്. മിസ്റ്ററി ഷോപ്പാണോ അതോ ലക്കി വീൽ ഈവൻ്റ് ആണോ എന്നൊരു ഡൗട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനലി ലക്കി വീലാണ് വരുന്നത് എന്ന് കൺഫേം ആയിട്ടുണ്ട്. എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ ജൂലൈ 15, അതായത് നാളെ വരുന്നതായിരിക്കും. ഇത് 7th ആനിവേഴ്സറി ഈവൻറ്റിനെ ബേസ് ചെയ്ത് വരുന്നതല്ലേ, അതുകൊണ്ട് ബൂയാ പാസിന് ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏതൊക്കെ ഐറ്റംസ് ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പോലെ എല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ട്. ബട്ട് ബൂയാ പാസ് മാത്രം ഇതിൽ കൊണ്ടുവന്നിട്ടില്ല ഫ്രണ്ട്സ്. അതിന് പകരം എന്ന് പറയാൻ പറ്റത്തില്ല. അതല്ലാതെ വേറെ എല്ലാ ഐറ്റംസും തന്നിട്ടുണ്ട്, ലൈക്ക് ഇമോട്ട്, കോസ്റ്റ്യൂംസ്, ഗൺ സ്കിന്, ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം. അവസാനം വന്നത് എലൈറ്റ് പാസ് ഉള്ള സമയത്തായിരുന്നു. എപ്പോൾ എലൈറ്റ് പാസ് നിർത്തലാക്കിയോ അതിന് ശേഷം ഡിസ്കൗണ്ട് ഈവൻറ്റ് ഒന്നും തന്നെ ഇല്ല, റിംഗ് ഈവൻറ്റ് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നമുക്ക് വരാൻ പോകുന്ന ഐറ്റംസ്. വലിയ രീതിയിൽ എടുത്തു പറയാൻ ഒന്നും തന്നെ ഇല്ല. ഏകദേശം ഇതോടുകൂടി 7th ആനിവേഴ്സറി ഡിസ്കൗണ്ട് ഈവൻറ്റിന് തീരുമാനമായിട്ടുണ്ട്. ഇതിന് ശേഷമായിരിക്കും പിക്സൽ ഹീറോസ് ഈവൻറ്റ് കൊളാബ് വരത്തുള്ളൂ. സോ എനിവേ ഫ്രണ്ട്സ്, ചെറിയൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. ഞങ്ങൾക്കൊരു ഗിൽഡുണ്ട്, പഴശ്ശിപ്പട എന്നാണ് പേര്. തുടങ്ങി കുറച്ചായിട്ടുള്ളൂ, ഏകദേശം ലെവൽ 5 വരെ എത്തി നിൽക്കുന്നു. ഓൾറെഡി പഴയ ഗിൽഡ് ഉണ്ട്, എന്നാലും പുതിയതായിട്ട് ഒരു ഗിൽഡും കൂടെ തുടങ്ങിയെന്ന് മാത്രം. ഈ ഗിൽഡ് തുടങ്ങാനായിട്ട് ഒരു റീസൺ ഉണ്ട്, ചെറിയൊരു ഈ ഗിൽഡിന് പുറകിലൊരു സ്റ്റോറി ഉണ്ട്. അത് ഞാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം തനിച്ച് വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഗിൽഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക് ഇടാം, ഫോളോ ചെയ്യുക. പിന്നെ ഗിൽഡിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടാണ് ബെല്ലൈക്കണമെന്ന് ഓളൊന്ന് സെറ്റ് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത് ഒരു അടിപൊളി അപ്ഡേറ്റ് വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.